പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നല്ല ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 15-ാം തീയതി പഠിക്കുന്ന വചനം പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വചനമാണ്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം. The first letter of Saint Peter, chapter 5, verse 6. അതിങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നമുക്കറിയാവുന്ന, കേട്ടിട്ടുള്ള, നാം പഠിച്ചിട്ടുള്ള ഒരു വചനമാണ്. ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ, കലുഷിതമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഒന്ന് ശാന്തമാക്കാൻ നാം ആവർത്തിക്കേണ്ട ഒരു വചനമാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. Humble yourselves therefore under God's mighty hand, that he may lift you up in due time. Cast all your anxiety means burdens. Cast all your anxiety on him because he cares for you. അപ്പം നമ്മുടെ എല്ലാ ബേർഡൻസും, നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും അവിടുത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കഴിഞ്ഞ ദിവസം നാം പഠിച്ചത് എന്താ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പരിശോധിക്കാനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കേണ്ട. ചില പ്രശ്നങ്ങളും സഹനങ്ങളും ഒക്കെ വരുമ്പോൾ പരിഭ്രമിക്കേണ്ട. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. കർത്താവെ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത്, മാറ്റുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. Humble yourselves therefore under God's mighty hand, that he may lift you up in due time. Cast all your anxiety on him because he cares for you. Amen.